ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എനിക്ക് ജലദോഷം പിടിച്ചിട്ട് മാറുന്നേ ഇല്ല ഗായ്സ്. എത്ര ദിവസമായെന്നറിയാമോ? അപ്പം നമുക്കൊരു തട്ടിക്കൂട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു കടായി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇത് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കറിവേപ്പിലയാണ്, ഇക്ക പൊട്ടിച്ചിട്ട് വരുന്നതാണേ. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്വല്പം പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയ തീയിൽ അടച്ചിട്ടൊരു 10 മിനിറ്റ് വെച്ചിരുന്ന സവാള നന്നായിട്ട് വഴണ്ട് കിട്ടേ. എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കാനായിട്ട് നോക്കിയതാണ് ഗായ്സ്. കണ്ടില്ലേ, ഫുൾ അവിടെ ചിതുമ്പി. പിന്നെ ഞാൻ അവിടെ എല്ലാം കഴുകി ഇറക്കിയിട്ടേ നമ്മുടെ ബിരിയാണിയുടെ പരിപാടി തുടങ്ങിയതേ. അപ്പോൾ എൻ്റെ പാൻറ്റൊക്കെ നനഞ്ഞ് കുതിർന്നുകൊണ്ട് ഞാൻ പോയി പാൻറ്റ് മാറ്റിയിട്ട് വന്നു. അത് കഴിഞ്ഞ് അടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ കറി മസാല തീർന്നു. അങ്ങനെ ഞാൻ കറി മസാലയുടെ പാക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് പൊടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നല്ല അടിപൊളി കറി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കുരുമുളക് പൊടിയും കുറവാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളകിന് കുറച്ചും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ കരുതി അതും കൂടി അങ്ങ് പൊടിച്ച് വയ്ക്കാമെന്ന്. ഇനിയിപ്പോൾ നാട്ടിൽ പോകാറായല്ലോ, അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുരുമുളക് കൂടി പൊടിച്ച് വെച്ചപ്പോഴത്തേക്ക് ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മുടെ സവാള എന്തായെന്ന് അറിയണ്ടേ. സവാള ഇതുപോലെ നന്നായിട്ട് വഴണ്ട് ഇതുപോലെ ഒരു കുഴമ്പ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ തട്ടിപ്പൊത്തി അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ തക്കാളിയും പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഞാൻ കരുതി പെട്ടെന്ന് കുറച്ച് അരി എടുത്ത് വേവിക്കാതെ നമ്മൾ ആദ്യം നെച്ചോറ് പോലെ വേവിച്ചെടുത്തിട്ട് പിന്നെ ദം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇന്ത്യ ഗേറ്റിൻ്റെ ജീര റൈസാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് 3 മാൻ്റെ ജീര റൈസാണ്. പക്ഷേ എനിക്കിപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 3 മാന കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ റൈസിന് വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോല അതെല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് റൈസ് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിന് എരിവിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിയിൽ വന്നിട്ട് കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും മസാലകൾ മാത്രമേ ചേർക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആയതിനു ശേഷം അടച്ച് വെച്ചിരുന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെന്ത കേട്ടോ. ഇനി നമ്മുടെ ചിക്കനിൽ ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഏകദേശം ഒരു വേവായപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസില്ലേ അത് ഇതിലേക്ക് തട്ടി ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം വറുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തട്ടിക്കൊട്ട് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.